SSLC പബ്ലിക് എക്സാം 2026 മലയാളം സെക്കൻഡിൻ്റെ ആൻസർ കീയാണ്. ഒന്ന് തൊട്ടിട്ട് 4 വരെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യലായിരുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ആണ് ശരി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ വരികളിൽ പഞ്ചമവേദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ഡി മഹാഭാരതം. നാലാമത്തെ ക്വസ്റ്റ്യൻ വരികളുടെ ആശയത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ആൻസർ ഓപ്ഷൻ എ സ്നേഹം. അടുത്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 തൊട്ടിട്ട് 7 വരെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് വരികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എഴുതുക. അതിന് ആൻസർ ഈ വരികളിൽ മാതൃഭാഷയുടെ മനോഹാരിതയും പ്രാധാന്യവുമാണ് വർണ്ണിക്കുന്നത്. ഭാഷ ഹൃദ്യമാണെന്നും അതിലെ ഓരോ വാക്കുകളും മനസ്സിന് കുളിർമയും മധുരവും നൽകുന്നുണ്ടെന്ന് കവി പറയുന്നു. മാതൃഭാഷയോടുള്ള സ്നേഹവും അത് നൽകുന്ന സന്തോഷവുമാണ് ഈ വരികളിൽ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥവ്യത്യാസം വരാതെ 3 ആക്കിയിട്ട് എഴുതുക. വിശാലമായി വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം. ആ മരത്തിൻ്റെ താഴ്ന്ന കൊമ്പുകളിലും ചുവട്ടിലുമായി ഒട്ടനവധി വെളുത്ത പക്ഷികൾ. ആ പക്ഷികൾ ശബ്ദമുണ്ടാക്കി രസിച്ചും പാടിയും അവിടെ കഴിയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വരികൾ വന്നിട്ടുണ്ട്. അതിൽ തെളിയുന്ന അർത്ഥസൂചനകൾ എഴുതാം. ഒരു കാലത്ത് പ്രകൃതിദത്തമായിരുന്ന വഴികളും കല്ലുകളും ഇന്ന് വലിയ കമ്പോളങ്ങളായി മാറിയിരിക്കുന്നു. നാട്ടിൻപുറങ്ങൾ നഗരങ്ങളായി മാറുന്ന കാഴ്ചയാണത്. തണലേകിയിരുന്ന പച്ചപ്പുള്ള മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടു. പ്രകൃതിയുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടതിനെ ഇത് സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നിരീക്ഷണത്തിൻ്റെ പൊരുൾ വ്യക്തമാക്കുക. അതിൻ്റെ ആൻസർ നോക്കുക. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കും സ്ത്രീകളുടെ അടിച്ചമർത്തലിനും എതിരെ വിരൽ ചൂണ്ടുന്ന ഒരു ഭാഗമാണിത്. അപ്പം അതിനെ പറ്റിയിട്ട് എഴുതുക. അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 8 തൊട്ടിട്ട് 11 വരെ. അതിൽ 8ാമത്തെ കുറച്ച് വരികൾ വന്നിട്ടുണ്ട്. അതിൻ്റെ കാവ്യഭംഗി എഴുതുക. അപ്പം അതിൻ്റെ ആൻസർ നോക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സൂചനയും പാഠവും വിശകലനം ചെയ്ത് ഫാദർ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എഴുതുക. ജോസിനെ തുടർന്ന് പഠിപ്പിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ അനുകമ്പയും കരുതലും വ്യക്തമാക്കുന്നു. അദ്ദേഹം ജോസിനെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ വാത്സല്യം വ്യക്തമാക്കുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിനുള്ള അനുകമ്പയും കരുതലും ഈ സൂചനയിലൂടെ വ്യക്തമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വള്ളത്തോളിൻ്റെയും നെൽസൺ മണ്ടേലയുടെയും 2 സൂചനകൾ തന്നിട്ടുണ്ട്. മാതൃഭാഷയെ പറ്റിയിട്ടാണ്.
ഈ സൂചനകളിലെ മാതൃഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വിലയിരുത്തിയിട്ട് ഒരു കുറിപ്പ്. പിന്നെ ആൻസർ, വള്ളത്തോളിൻ്റെ വരികൾ സൂചിപ്പിക്കുന്നത് ഏതൊരറിവും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അത് സ്വന്തം ഭാഷയിലൂടെ തന്നെ കേൾക്കണം. നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. ഒരാളുടെ തലച്ചോറിനെ സ്വാധീനിക്കാൻ മറ്റൊരു ഭാഷ മതിയാകുമെങ്കിലും ഹൃദയത്തെ സ്പർശിക്കാൻ മാതൃഭാഷ തന്നെ വേണം. ഈ രണ്ട് സൂചനകളും മാതൃഭാഷയുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായ ഒരു പ്രക്രിയയാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലുകളിലൂടെയാണ്. ലേഖകൻ്റെ നിരീക്ഷണത്തോട് പ്രതികരിക്കുന്ന കുറിപ്പ്. അപ്പം അതിൻ്റെ മോഡൽ നോക്കാം. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ, മാതൃഭാഷയിൽ പഠിക്കുമ്പോൾ കുട്ടികൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നു. സൂചനയും പ്രസ്താവനയും വിലയിരുത്തി മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കുറിപ്പ്. അപ്പം അതിൻ്റെ മോഡൽ നോക്കാം. ഒരു കുട്ടിക്ക് തൻ്റെ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും പരിചരണവും പോലെയാണ് മാതൃഭാഷയിലൂടെയുള്ള പഠനം. മാതൃഭാഷയിൽ പഠിക്കുമ്പോൾ ആശയങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നു. ഇത് പഠനം ലളിതവും ഫലപ്രദവുമാക്കുന്നു. സ്വന്തം ഭാഷയിൽ ചിന്തിക്കാനും ആശയവിനിമയം നടത്താനുള്ള കഴിവ് കുട്ടികളിൽ സർഗാത്മകതയും ചിന്താശേഷിയും വർദ്ധിപ്പിക്കുന്നു. മാതൃഭാഷയിലൂടെ സ്വന്തം സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അടുത്തറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം മാതൃഭാഷയിലുള്ള പഠനമായിരിക്കണം. അടുത്തത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അതിൽ ഫസ്റ്റത്തെ ആശയക്കുറിപ്പാണ്. സൂചനകളും കഥയും വിശകലനം ചെയ്ത് ചിത്രകാരി എന്ന കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുക. അതിൻ്റെ മോഡൽ നോക്കുക. എന്നിട്ട് ബി ക്വസ്റ്റ്യൻ, വിഷുക്കണി എന്നുള്ള കവിതയിലെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. കാവ്യഭാഗവും കവിതയിലെ മറ്റ് സൂചനകളും പരിഗണിച്ച് സാമൂഹ്യ നീതിയും മനുഷ്യ നന്മയും എന്ന വിഷയത്തിൽ ഉപന്യാസം. അതിൻ്റെ